ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ജീവന്റെ അടുത്ത നടപടി അത് നിയമപ്രകാരമായിരിക്കും. അല്ല, ഇപ്പോഴും നിത്യ അവന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ അവൻ നിത്യ തേടി വന്ന നമ്മൾ എന്തോ ചെയ്യും? നിത്യ, നിത്യ, എന്താ എന്ത് പറ്റി? മോളെ, നിത്യ, എന്താ പറ്റി? എന്താ? അമ്മേ, അകത്ത് ജീവൻ. മോളെ, ജീവനാ? ശരവണ, നിങ്ങളെല്ലാവരോടും ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. ബെല്ലടിച്ചിട്ട് ആരും തുറന്നില്ല. പിന്നെ മനസ്സിലായി നിങ്ങളെല്ലാരും കൂടി എവിടെ പോയെന്ന്. അടുക്കള ഭാഗത്ത് വാതിലടക്കേണ്ടി വന്നു അകത്തേക്ക് കയറാൻ. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ഇനി ആരെയാണ് നിനക്ക് കൊല്ലാനുള്ളത്? അമ്മ കോടതിയിലുണ്ടായിരുന്നല്ലേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് കോടതി പറഞ്ഞില്ലേ? കേസിലകപ്പെട്ടപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ചു അമ്മേ. എന്തായാലും കോടതിക്ക് സത്യം ബോധ്യമായല്ലോ. ഞാനിനി എവിടെ പോവാനാ? ഞാനിനി നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. വേണ്ട, മര്യാദയ്ക്ക് നീ പുറത്തു പോവാൻ നോക്ക്. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാമേ. വേണ്ട, കോടതിയിൽ തെളിവുണ്ടാക്കി രക്ഷപ്പെട്ടാലും നീ കൊലപാതകി അല്ലാതാവോ? നിന്റെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ജയിലിൽ മനു വന്നപ്പോ നീ അത് അവനോട് പറഞ്ഞതല്ലേ, നിത്യമോളെ നീ കൊല്ലുവെന്ന്. അമ്മ, അത് ജയിലിൽ കിടക്കുന്ന ദേഷ്യത്തില് മതി. ഇനി ഒരിക്കലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് നിന്നെ കാണുകയും വേണ്ട.
അമ്മ ഞാനിനി ആരെയും ഒന്നും ചെയ്യില്ല അമ്മ. അമ്മ പ്ലീസ് അമ്മ. നിന്നെ ഹരി, അമ്മ ഒന്ന് പറഞ്ഞു മനസ്സിലാ. അമ്മ വാ. അമ്മാവനെന്തൊന്നും മിണ്ടാത്തെ? അമ്മയോടൊന്നും സംസാരിച്ചൂടെ? എടാ ശരവണ, നീയെങ്കിലും ഒന്ന് പറയടാ പ്ലീസ്. என்ன சொல்லுங்க சார்? உங்களுக்கு பாவம்னு சொல்லமா? அந்த நர்ஸ் நீங்க கொன்னதை யாரும் பார்க்கல. ஆனா நீங்க கொல்றதை நான் பார்த்திருக்கேன். நித்யாவோட அப்பாவை கழுத்து நெரிச்சு சுவாசம் பிடிச்சு கொல்ல நான் பார்த்திருக்கேன். ശരണം, ചുമ്മാ ഓരോന്ന് പറയല്ലേ. ശരവണൻ പറഞ്ഞത് സത്യമല്ലേ? എന്റെ അച്ഛനെ കൊന്നത് താനല്ലേന്ന്. എന്റെ അച്ഛൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തേ? എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ അച്ഛനല്ലേ? എന്നിട്ട് എന്തിനാണ് താൻ എന്റെ അച്ഛനെ കൊന്നത്? അമ്മേ, ഇറങ്ങി പോവാൻ പറമ്മേ. എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. അവകാശങ്ങളെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് ജീവൻ തീരുമാനിച്ചാലേ നീ ജീവിക്കേണ്ടത് എന്റെ കൂടെയാ. മനസ്സിലായോ? മര്യാദയ്ക്കാണെങ്കിൽ എല്ലാരും കൂടി ഒന്നിച്ച് തീരുമാനിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് സമാധാനമായിട്ട് ജീവിക്കാം നമുക്ക്. അല്ലെങ്കിലേ കോടതി എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, മാനസിക രോഗിയുടെ സർട്ടിഫിക്കറ്റ്. അതിന്റെ രൂക്ഷത നിങ്ങൾക്ക് കാണേണ്ടി വരും. ഞാനിവിടെ താമസിക്കും, നിങ്ങളുടെയൊക്കെ നടുവിൽ. തടയാൻ ആർക്കാണ് ശേഷിയുള്ളതെന്ന് എനിക്കൊന്ന് കാണണം. ഹരി, നിത്യ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അവളെ സംരക്ഷിക്കാമെന്ന് നീ എനിക്ക് വാക്കും തന്നതാ. ആ വാക്ക് സത്യമാണെങ്കിൽ ഓടിച്ച് പുറത്താക്കിവനെ. മധുര നൊമ്പരക്കാറ്റ്